மேலே வர போகலாமே. எவ்வளோ டைம் எடுக்கும்? உங்களுக்கு செகண்ட் டைம் 2 o'clock. കഴിഞ്ഞാൽ തേനി ലെഫ്റ്റിലോട്ട് പോയി കഴിഞ്ഞാൽ 3 നമ്മൾ അന്നത്തെ നേരെ പോയി ദിണ്ടുക്കലിലോട്ട് പോവാണ്. നമ്മൾ അങ്ങനെ ദേവദാനം പെട്ടി എന്ന് പറഞ്ഞ സ്ഥലത്തെത്തി. ഒരു ചായ കുടിച്ചിട്ട് ഇനി അങ്ങോട്ട് പോവാം. എന്നാൽ പിന്നെ എന്നെ എന്താ കീഴെ കൂടെ വരച്ചോണ്ടങ്ങ് പോകും. ഈ സാധനത്തോടെ ഇപ്പോൾ പോയാണ് 2000 രൂപ ഗോവിന്ദായനെ. ഓക്കെ, നമുക്കിനി ഇവിടുന്ന് പതുക്കെ പോവാമോ? പെട്രോൾ അടിക്കണമല്ലോ. മല കയറിയോണ്ട ഇനി പോകുമ്പോൾ പെട്രോൾ പമ്പ് വല്ലതും കാണുവാണെങ്കിൽ നമുക്ക് അവിടെ നിർത്തി പെട്രോൾ അടിക്കാം. കൊള്ളാകും കേട്ടോ, നല്ല സ്ഥലം. പണ്ടൊക്കെ തമിഴ്നാട്ടിൽ സ്ഥലത്തിനൊക്കെ ഭയങ്കര വില കുറവായിരുന്നു. ഏക്കറായിട്ട് ഇങ്ങനെ മേടിക്കായിരുന്നു. ഇപ്പം അതൊക്കെ മാറി. ഇപ്പോൾ ഇവിടുത്തെ സ്ഥലത്തിനൊക്കെ വിലയൊക്കെ കൂടി. അന്ന് മേടിച്ച് വെച്ചവർക്ക് ഇപ്പോൾ നല്ല കാശുണ്ട് അവർക്ക്. അതേ സമയത്ത് ഇവിടെ ഇത്രയും കൃഷിയല്ലേ, നമ്മുടെ കേരളത്തിലുള്ള കൃഷി സ്ഥലം എല്ലാം പോയി. ഇപ്പോൾ എല്ലാം ഇവിടെയായി. നമുക്കിനിയും പെട്രോൾ അടിക്കാം. ആ മല കയറി ഇറങ്ങിയോണ്ടേ പെട്രോൾ തീർന്നത്. അല്ലെങ്കിൽ നമുക്ക് ഇവിടുന്ന് അവിടെ വരെ ഉണ്ടായിരുന്നു. ഞാൻ നമ്മളങ്ങനെ ഒരു മിനിറ്റ് പെട്രോൾ അടിച്ചു ഇറങ്ങി. നമ്മുടെ എൻഡോർക്കിൻ്റെ പെട്രോൾ മീറ്ററിന് പ്രശ്നമുണ്ടെന്നാണ് തോന്നുന്നത്. നമ്മൾ ഫുൾ ടാങ്ക് അടിച്ചാലും സമയം എടുക്കും അത് ഫുൾ ടാങ്കാന്ന് കാണിക്കാൻ. അല്ലെങ്കിൽ ഫുൾ ടാങ്ക് അടിച്ചിട്ട് കുറച്ച് നേരം കുറച്ച് ഫ്രണ്ടിലോട്ട് ഇറങ്ങിയിട്ട് ഓഫ് ചെയ്തിട്ട് പിന്നെ ഓണാക്കിയെങ്കിൽ അത് ഫുൾ ടാങ്ക് വരത്തുള്ളൂ. ഇനി ഇവിടുന്ന് 92 കിലോമീറ്റേഴ്സും കൂടെ ഉണ്ട്. പതുക്കെ നമ്മളങ്ങനെ തേനിയിലെത്തി. തേനി റൗണ്ട് ബോട്ടാണിത്. ദിണ്ടുക്കൽ നേരെ റൈറ്റിലോട്ട് പോയാൽ മൂന്നാറ്, അല്ല സോറി, റൈറ്റിലോട്ട് പോയി കഴിഞ്ഞാൽ തേനി, ലെഫ്റ്റിലോട്ട് പോയി കഴിഞ്ഞാൽ മൂന്നാറ്. നമ്മൾ അന്നത്തെ നേരെ പോയി ദിണ്ടുക്കലിലോട്ട് പോവാണ്. ദിണ്ടുക്കൽ 77, ചെന്നൈ 499, തിരുച്ചില അങ്ങനെ കണ്ടൊരു ഇത് സ്ഥലപ്പേര്.
ഈ കോളേജും ഇൻസ്റ്റിറ്റ്യൂഷൻസും ഒക്കെ ഉള്ളത്. ലൈക്ക് എന്താ മെയിൻ റോഡിൻ്റെ കീഴായിരിക്കും, അതേ സമയത്ത് ചുറ്റിനും ഒരു വണ്ടി കടകളൊന്നും ഉണ്ടാകത്തില്ല. അതൊക്കെ കണ്ടറിയുമ്പോൾ നമ്മുടെ അവിടുത്തെ തന്നെ കോളേജുകളുടെ പ്ലേസിംഗ് ഒക്കെ നല്ലതാണ്. സ്ഥലം ലാൻഡൊക്കെ തൊട്ടടുത്താണെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ട്. അപ്പോൾ അവർ ആ കോളേജിലുള്ളവർ ഉണ്ട്. പോലീസ് റേഞ്ച്. നമുക്കിനി ചായ കുടിച്ചിട്ട് പോവാം, അതാ നല്ലത്. കുലുങ്ങി പണ്ടാരടങ്ങിയില്ല ഞാൻ. നമ്മൾ അങ്ങനെ ദേവദാനം പെട്ടി എന്ന് പറഞ്ഞ സ്ഥലത്തെത്തി. ഒരു ചായ കുടിച്ചിട്ട് ഇനി അങ്ങോട്ട് പോവാം. ചായ കുടിച്ചു, കുറച്ച് നേരം അവിടെ ഇരുന്ന്. ഇനിയും നമ്മൾ കുറേ നേരം അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മളിനി അങ്ങോട്ട് എത്തുമ്പോൾ ലേറ്റ് ആയി പോകും. അപ്പം നമുക്ക് ഇറങ്ങാം. ഞാൻ ക്യാമറ ഫിക്സ് ചെയ്തിട്ടാണ്. ഇവർ പറയുന്നത് ശരി കേട്ടോ. ഇത് ചെയ്തിട്ട് ഒരു ചായ കുടിക്കുമ്പോഴത്തേക്ക് നല്ലൊരു ഫീല് കിട്ടുന്നുണ്ട്. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ റൈഡ് ചെയ്തിട്ട് ഒരു ചായ കുടിക്കുന്നത്. എന്നാ പിന്നെ എന്നെ എന്താ കീഴെ കൂടെ വരച്ചോണ്ടങ്ങ് പോകും. ബട്ട് എനിക്ക് തമിഴ്നാട്ടിലത്തെ റോഡ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ലൈക്ക് വെൽ മെയിൻറ്റൈൻഡ് ആണ്, നല്ലതാണ്. എന്താ ഹൈവേയും സിറ്റി ഏരിയയും സെപ്പറേറ്റ് ആണ്. നല്ല കൊള്ളാം. അത് കണ്ടോ അങ്ങോട്ട്? കൊള്ളാല്ലേ? ഓ, ഇത് വെള്ളം ഇറങ്ങിയതാ. വെള്ളം വറ്റിക്കൊണ്ടിരിക്കുക. ഇവിടെ വരെ വെള്ളം ഉണ്ടായിരുന്നെന്ന് തോന്നുന്നു. റോഡിൻ്റെ ഇവിടെ വരെ വെള്ളം വറ്റിയതാ. പോത്ത പുതിയ വണ്ടിയാണോ? നമ്മളങ്ങനെ വേറെ ഏതോ ഒരു ടോൾ ഗേറ്റ് ക്രോസ് ചെയ്യാൻ പോവാ. ഇങ്ങനെ ഒരിടത്ത് ടോളുണ്ട്, ഒരിടത്ത് ടോളില്ല. രണ്ട് ഈ വണ്ടി ടോൾ എടുക്കാതെ വന്നേക്കാം.
നമ്മുടെ ഈ സാധനത്തോടെ ഇപ്പോൾ പോയാണ്. ഹെൽമെറ്റ് ശരിയാക്കിയപ്പോൾ തട്ടി താഴെ വീണു. ജസ്റ്റ് മിസ്സാ. 2-3 വണ്ടികൾ കീഴെ കൂടെ പോയി. ഭാഗ്യത്തിന് അതിൻ്റെ മണ്ടയ്ക്ക് കൂടെ കയറ്റി ഇറങ്ങിയില്ല. കയറ്റി ഇറങ്ങിയെങ്കിൽ 2000 രൂപ ഗോവിന്ദ ആയേനെ. ഇവിടെ നിന്ന് അതാണ്ട് ആ ഫോട്ടോ കണ്ടോ? അപ്പോൾ എൻ്റെ റൂമിൻ്റെ ഹോട്ടലിൻ്റെ അവിടെ നിന്ന് നോക്കിയാലും സ്റ്റേൻ്റെ അവിടെ നിന്ന് നോക്കിയാലും ചിലപ്പോൾ കാണാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ആദ്യം ഞാൻ ബുക്ക് ചെയ്തതിൻ്റെ അവിടെ നിന്ന് 1 കിലോമീറ്റർ അങ്ങാണ്ട് ഇത് കാണിച്ചത്, ഫോട്ടോ കാണിച്ചത്. പിന്നെ ഞാൻ രണ്ടാമതെടുത്തത് എന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ പോകുന്ന അടുത്ത് നിന്ന് 2 കിലോമീറ്റർ ഉണ്ടെന്നാണ് കാണിച്ചത് ഫോർട്ടിൻ്റെ അങ്ങോട്ട്. ഞാനൊന്ന് പോയിക്കോട്ടെ ഇങ്ങനെ എടുത്തുകൊണ്ട് വരല്ലേ, ഞാനൊന്ന് പോയിക്കോട്ടെ, ഞാനൊരു പാവമാണ്. ഈ സ്റ്റാൻഡിൻ്റെ ഈ സാധനം ഭയങ്കരമായിട്ട് ഇപ്പം അനങ്ങുന്നുണ്ടല്ലോ. അവിടെ എത്തിയിട്ട് ടൈറ്റ് ചെയ്യണം. പരിസരത്ത് എവിടെയോ ആണെന്നാണല്ലോ കാണിച്ചത്. കണ്ടു സീതു റെസിഡൻസി റൂംസ് അവൈലബിൾ. സീതു റെസിഡൻസി വണ്ടി അത്ര കയറ്റാവില്ലേ? എൻ്റെ ഓഫീസ് എവിടെയാണ്? നോക്കട്ടെ, എൻ്റെ ഓഫീസും ഇതൊക്കെ ഇനി എവിടെയാണെന്ന് തപ്പണം. നോക്കാം. എവിടെ ടൈം എടുക്കും? 1 hour എടുക്കും. 1:45 வெயிட் பண்ணுறேன். சரிண்ணா. நான் மட்டும்தான். അപ്പോൾ പോയി കഴിച്ചിട്ട് വരാം, അതല്ലാതെ വേറെ വഴിയില്ല. 2 മണിക്ക് ചെക്കിൻ പറഞ്ഞത്. ഓൺലൈനായിട്ട് ഓൺലൈൻ ബുക്കിംഗ് ചെയ്യുന്നവർക്ക് സെപ്പറേറ്റാണ്, ഇവിടുന്ന് ചെയ്യുന്നവർക്ക് സെപ്പറേറ്റ്, ഓൺലൈൻ ചെയ്യുന്നത് സെപ്പറേറ്റ്. അപ്പോൾ നമുക്ക് പോയി കഴിച്ചിട്ട് തിരിച്ചു വരാം. 2 മണി തോന്നുന്നു. പുള്ളിക്കാരൻ പറഞ്ഞു ഒരു 1:45 ഒക്കെ ആകുമ്പോഴത്തേക്കും സെറ്റാക്കി തരണം. അത് കുഴപ്പമൊന്നുമില്ല. അത് എൻ്റെ ഇതാണ്. ഞാൻ നേരത്തെ വന്നു. നമ്മൾ വിചാരിച്ച ആദ്യം മല കയറിയിട്ട് പിന്നെ വരാനായിരുന്നു. പിന്നെ അല്ലേ ഇത് മാറ്റിയിട്ട് റൂം എടുത്തിട്ട് അങ്ങോട്ട് പോകാമെന്ന്. കുഴപ്പമില്ല. അപ്പോൾ നമുക്കിവിടെ എവിടെയെങ്കിലും ഏതെങ്കിലും റെസ്റ്റോറൻറ്റിൽ പോയിട്ട് കഴിച്ചിട്ട് നമുക്ക് വരാം. അങ്ങനെ ഒരു ബിരിയാണി പറഞ്ഞു. ബിരിയാണി പറഞ്ഞപ്പോൾ എനിക്ക് ബിരിയാണി എന്നാത്താ തരാൻ പോകുന്നതെന്നറിയോ? എൻ്റെ വന്നത് വേണ്ട, വാഴയിൽ ഞാൻ ബിരിയാണി കഴിക്കാൻ പോകും. നൈസ് എക്സ്പീരിയൻസ്. അപ്പം ഇനി ഞാൻ കഴിച്ച് വെളിയിൽ ഇറങ്ങിയിട്ടുണ്ട്. കഴിക്കുന്ന അങ്ങനെ കാണണ്ട, കണ്ണു വെക്കും. അപ്പോൾ കഴിച്ചിട്ട് ഇറങ്ങാം. അങ്ങനെ കഴിച്ചിട്ട് ഞാൻ നേരെ ഇങ്ങോട്ട് വന്നു. അതാ ഞാൻ പിന്നെ കൂടുതലൊന്നും വീഡിയോ എടുക്കാതെ കഴിച്ച് കഴിഞ്ഞു എന്നൊന്നും പറഞ്ഞ് വീഡിയോ എടുക്കാതിരുന്നത്. കഴിച്ചിട്ട് നേരെ ഇങ്ങ് വന്നു. ബിരിയാണി നല്ലതായിരുന്നു, പക്ഷെ പ്രൈസ് ഇച്ചിരി കൂടുതലായിരുന്നു. അതിന് പറഞ്ഞിട്ട് കാര്യമില്ല. നല്ല ഈ ഭാഗത്ത് അടുത്തായിട്ടുണ്ടായിരുന്നു, അത് മാത്രം ഉണ്ടായിരുന്നുള്ളൂ. അതങ്ങോട്ട് വന്നു. പ്രൈസ് ഇച്ചിരി കൂടുതലാണ്, ബട്ട് ഫൈൻ. ദിണ്ടുക്കൽ ബിരിയാണിയാണ്, അപ്പോൾ ചിലപ്പോൾ വില കൂടിയെന്ന് വരും.
യാ അപ്പോൾ റൂമിൽ കയറി റൂം റിവ്യൂ നടത്താം. നമുക്ക് റൂം റിവ്യൂ നടത്താൻ വലുതായിട്ടൊന്നും ഇല്ല. അതുകൊണ്ട് നമ്മളിങ്ങനെ അകത്തോട്ട് കയറുമ്പോൾ ഒരു ബെഡുണ്ട്, പിന്നെ ആ ഒരു ഇരിക്കാനുള്ള സ്ഥലം, പിന്നെ ഇവിടെ ഒരു ടേബിള്, പിന്നെ ഒരു TV, പിന്നെ ഇത്, പിന്നെ ഒരു അലമാര. അല്ലാതെ വലുതായിട്ടൊന്നുമില്ല. പിന്നെ ഇവിടുത്തെ വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഡബിൾസിനും ഉണ്ട് സിംഗിൾസിനും ഉണ്ട്. ഡബിൾ ബെഡ് എന്ന് പറയുന്നത് ഇതേ സംഭവം തന്നെ ഒരെണ്ണം എത്തുണ്ടാവും, ഇതേ അളവ് തന്നെ ആയിരിക്കും റൂമിന് അളവ് വ്യത്യാസമൊന്നും ഉണ്ടാകത്തില്ല. വലുത് ചെറുതൊന്നുമില്ല, ഈ സൈസ് തന്നെ. പക്ഷെ ബെഡ് ചില സൈസ് ഉണ്ടാവും, അത് മാത്രമാണ് ഡബിൾ എന്ന് പറയുന്നത്. ബാത്റൂം എന്ന് പറയുമ്പോൾ ഇതാണ് സിറ്റുവേഷൻ. ബാത്റൂം അത്രയ്ക്ക് വെൽ മെയിൻറ്റൈൻഡ് ഒന്നുമല്ല, ബട്ട് ഓക്കെ ബട്ട് കുഴപ്പമില്ല, അങ്ങനെ പറയാം, കുഴപ്പമില്ല. അത്രയ്ക്ക് മോശമാണെന്നും പറയാൻ പറ്റില്ല, അത്രയ്ക്ക് നല്ലതെന്നും പറയാൻ പറ്റില്ല, ബട്ട് ഓക്കെ. ഇനി നമുക്ക് ഇവിടെ നിന്ന് ഒരു എത്ര 50 കിലോമീറ്റർ, എത്ര കിലോമീറ്റർ ഉണ്ട്? 50 കിലോമീറ്റർ ആണെന്നാണ് തോന്നുന്നത്. 50 കിലോമീറ്റർ അപ്പുറത്ത് ഒരു മലയുണ്ട്. അപ്പോൾ ആ മലയിലോട്ടിന് ഒന്ന് കുളിച്ചിട്ട് ഒന്ന് സെറ്റായിട്ട് നമുക്ക് അങ്ങോട്ട് പോകണം. അപ്പോൾ ഞാൻ പോയി കുളിച്ചിട്ട് വരട്ടെ. ഓക്കെ, നമ്മളങ്ങനെ കൊണ്ടരങ്കി കൊണ്ടരങ്കി ഹിൽസ് എന്ന് പറയുന്ന സ്ഥലത്തെത്തി. അവിടെയാണ് ഞാനിപ്പോൾ ഉള്ളത്. ഇവിടെ നമ്മുടെ സീ ലെവലിൽ നിന്ന് ഏകദേശം 3000 കിലോമീറ്റേഴ്സാണ്, കിലോമീറ്റർ ഫീറ്റ് മണ്ടക്കോട്ട് അങ്ങനെ ഇപ്പോൾ നടന്നു കയറാൻ പോകുന്നത്. അമ്മ അല്ല മേലെ വരെ പോകലാമേ, പോകൂടാതാ? ടൈം എവ്വളോ? அவ்வளோதானா? ஓ அதுக்கா? சரி சரி. சரி தேங்க்ஸ். ஓகே.